വാട്സ്ആപ്പ് ശ്രീ ഹിയർ ഗൈസ്. എനിക്ക് ഈ ചാനലിൽ കൂടുതൽ പെർഫ്യൂം റിവ്യൂസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ അതിനുള്ള സാമ്പത്തിക മാന്ദ്യം എൻ്റെ കയ്യിലാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതുകൊണ്ട് വി വിൽ സ്റ്റിക്ക് ടു ബുക്ക് റിവ്യൂസ് ഗൈസ്. പെർഫ്യൂംസ് മാത്രമല്ല, ഇൻ ഓർഡർ ടു ബി എ ബെറ്റർ മാൻ യു ഹാവ് ടു റീഡ് ഗുഡ് ബുക്സ്. സൺ ട്സുവിൻ്റെ ആർട്ട് ഓഫ് വാർ. ഈ ബുക്കിനെ കുറിച്ച് എന്താ പറയുന്നത് വെച്ചാൽ, എ ലെജൻഡറി ടെക്സ്റ്റ്. വർഷങ്ങളല്ലേ നൂറ്റാണ്ടുകളായിട്ട് ബിസിനസ്സസ്, സ്ട്രാറ്റജിസ്റ്റുകൾ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, കോച്ചസ്, ആർമീസ്, മിലിറ്ററീസ്, കോർപ്പറേറ്റ്സ്, അത്ലീറ്റ്സ്, എൻഡ്യൂറൻസ് അത്ലീറ്റ്സ്, കോമ്പറ്റീഷൻ പോകുന്ന എല്ലാ രീതിയിലും ടു ദ ടോപ്പ് എത്തണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരെല്ലാം മിക്കവരും വായിച്ചിട്ടുള്ള, അറ്റ്ലീസ്റ്റ് വൺസിൽ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ദി ആർട്ട് ഓഫ് വാർ ബൈ സൺ ട്സു. ആദ്യമേ തന്നെ സൺ ട്സുവിനെ കുറിച്ച് പറയാം. ഇറ്റ്സ് SUNT. നിങ്ങൾക്ക് സ്പെല്ലിംഗ് കാണാമല്ലോ, അതാണ് സൺ ട്സു. പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലവർ പറയുന്നത് ഈസ് എ മിസ്റ്റിക്കൽ മാജിക്കൽ ഫിഗർ, ഹീസ് എ ഫുഗേസി ഹൂ നോസ്. ചിലവർ പറയുന്നത് ഹി വാസ് എ റിയൽ സ്ട്രാറ്റജിസ്റ്റ് ഹു ലിവ്ഡ് 6 BCE ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള എവിഡൻസസും കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള നോളജും തരുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചൂഴ്ന്നെടുക്കാൻ പോകണ്ട. മേ ബി അയാളുടെ ഫിക്ഷണൽ ക്യാരക്ടർ ആയിരിക്കാം, മേ ബി അയാളൊരു റിയൽ കിഡിലം ജീനിയസ് മൈൻഡ് സെറ്റ് ആണ്. നമുക്ക് ഈ ബുക്കിനെ കുറിച്ച് വരാം. സി ഗൈസ്, ഹൗ ഈസ് ദ ബുക്ക്? ഈ ബുക്ക് ഒരു 13 എന്താ പറയുക ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിനകത്തും പറയുന്നത് ടാറ്റിക്സ്, സ്ട്രാറ്റജി, അത് കഴിഞ്ഞിട്ട് എന്താ പറയണ നിങ്ങളുടെ വോറിന് വന്ന് ടെറൈൻ, ലീഡർഷിപ്പ്, അങ്ങനത്തെ ഓരോ ചാപ്റ്ററിലും ഓരോരോ യുദ്ധത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നു. ഈ ബുക്ക് എഴുതിയേക്കുന്നതെല്ലാം ഗൈസ് ഒരു യുദ്ധം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, വാർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിന് പോകുമ്പോൾ ഒരു ലീഡർ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കേണ്ട കോൺസെപ്റ്റാണ്. വാർ അല്ലെ യുദ്ധം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സെൻറ്റർ ചെയ്തിട്ടാണ് ഈ ബുക്ക് ഹോളായിട്ട് എഴുതിയേക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയായിരിക്കണം ഈ ബുക്ക് വായിക്കേണ്ടത്. പക്ഷേ എവിടെയൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ ബുദ്ധിയായിരിക്കും. ഇനി ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, റീഡബിലിറ്റിനെ കുറിച്ചും ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചാൽ പണ്ടത്തെ ടെക്സ്റ്റാണ്. അതുകൊണ്ട് ഞാൻ വായിച്ചേക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ ഇസ് കോമൺ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ. അത് ഭയങ്കര എൻഗേജിങ് അല്ലെ ത്രില്ലിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ നോൺ ഫിക്ഷൻ വായിക്കുന്ന ഒരു പേഷ്യൻസോടെ തന്നെ വായിച്ചിരുന്ന പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നൊരു ബുക്ക് തന്നെയാണ്. വലിയ കട്ടി കൂടിയോ കടികട്ടിയോ ആയുള്ള വാക്കൊന്നും ഇതിൻ്റെ ചൈനീസ് ട്രാൻസ്ലേഷൻ ടു ഇന്ത്യൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലകത്ത് വരുമ്പോൾ ഇല്ല. അതുകൊണ്ട് ആർക്കും വായിച്ച് നോക്കാം. വായിച്ച് ഇഷ്ടപ്പെടുമെങ്കിൽ മേ ബി നിങ്ങൾക്ക് കീപ്പ് ഓൺ യൂസിങ് ഇറ്റ് ഫോർ ലൈഫ് ആയിരിക്കാം. പക്ഷെ അല്ലെങ്കിലും എനിക്കിതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ റോബർട്ട് ഗ്രീനിൻ്റെ കണക്കുള്ള ഓതേഴ്സ്, ദി ആർട്ട് ഓഫ് സെഡക്ഷൻ, പവർ, 24 റൂൾസ് ഓഫ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് വായിക്കുമ്പോൾ എന്തെങ്കിലും പുതുമ, നമ്മുടെ ആസ് ഓഫ് റൈറ്റ് നോ ഈ ജനറേഷൻ നമ്മൾ യുദ്ധത്തിനും കാര്യത്തിനും ഒന്നും പോകുന്നില്ല, അങ്ങനെ ഒരാൾക്ക് പുതുമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് നമുക്ക് പുതുമയില്ല. നമ്മൾ സാധാരണ വായിച്ചു വരുന്ന സ്ട്രാറ്റജി ബുക്കിനകത്തൊക്കെ സ്ട്രാറ്റജിസ്റ്റുകൾ പോയിന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ യുദ്ധം, ഫൈറ്റിംഗ്, അങ്ങനത്തെയൊക്കെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അടിപൊളിയാണ്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് മറ്റേ ഒരു ആർമി എപ്പോഴും ഷുഡ് ഫീൽ ലൈക്ക് എ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം, എന്നാൽ പെട്ടെന്ന് ഒഴുകി പോകണം. പക്ഷേ വെൻ പ്ലണ്ടറിങ് ഇറ്റ് ഷുഡ് ഫീൽ ലൈക്ക് ഫയർ. തീന് കണക്ക് ഒരു വില്ലേജിൽ അരിച്ച് പറക്കണം. പക്ഷേ എന്നാൽ സ്റ്റെബിലിറ്റി ഷുഡ് ബി ലൈക്ക് എ മൗണ്ടൻ. അങ്ങനത്തെ ഒരുപാട് ചൈനീസ് പ്രോവേർബ്സ് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ഫിലോസോഫിക്കൽ മൈൻഡ് സെറ്റും വേണം, എന്നാൽ ഒരു പ്രാക്ടിക്കൽ അനാലജിയും കൂടെ ഉണ്ടെങ്കിൽ ഈ ബുക്ക് അത്യാവശ്യം ഒരു ഗുഡ് റീഡാണ്. ഇത് വേറൊരു കാര്യം എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട സാധനം എന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചിലപ്പം ഇതിനകത്ത് റീഡ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് ഞാൻ ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് വായിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ഈസ് ദി ട്രാൻസ്ലേറ്റഡ് ഇംഗ്ലീഷ്. ഭയങ്കര കടികട്ടി സാധനമാണെന്ന് പറയാം. Sun Tzu said, the art of war recognizes 9 varieties of ground. 1. Depressive ground. 2. Facile ground. 3. Contentious ground. 4. Open ground. Ground for intersecting highways. Serious ground. Difficult ground. Hemmed in ground. Desperate ground. നിങ്ങൾ മനസ്സിലായില്ല, ഇതുപോലെ പോയിന്റ് ആണ് ഫുൾ ത്രൂ ഔട്ട് ഈ ബുക്ക് നിങ്ങൾക്ക് പോയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഭയങ്കര പാടായിട്ടില്ല. എനിവേസ് ഗൈസ്,
സൺ സൂവിൻ്റെ ആർട്ട് ഓഫ് വാർ പണ്ട് തൊട്ട് വായിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് സൈക്കോളജി സ്ട്രാറ്റജീസ് ബുക്കൊക്കെ വായിച്ചുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഒരുപാട് ന്യൂനെസ്സോ പുതുമയോ വോ ഫാക്ടറോ ഒന്നും ഈ ബുക്കിനകത്തില്ല. ഈ ബുക്ക് നിങ്ങൾ ഫോർ എക്സാമ്പിൾ റോബർട്ട് ഗ്രീൻ ആയിക്കോട്ടെ, ഇപ്പം ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ സൈക്കോളജി ബുക്സും മാനിപ്പുലേറ്റീവ് ടാക്ടിക്സും ഒക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള, നിങ്ങളിത് വായിച്ചാൽ പുതുമ കിട്ടത്തില്ല. പക്ഷേ ഒരു ഫൈറ്റിംഗ് പെർസ്പെക്റ്റീവ്, ഒരു ഫിസിക്കൽ അബ്യൂസ് പെർസ്പെക്റ്റീവ്, അബ്യൂസ് എന്ന് ഞാൻ പറഞ്ഞതിൽ ഫിസിക്കൽ അറ്റാക്ക് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതുമ ഇതിൽ കാണും. കാരണം ഒരു അത്ലീറ്റ്സ് ഒക്കെ വായിച്ചിരിക്കേണ്ട ഒരു സാധനം. ഹൗ ടു കൗണ്ടർ, ഇതിനകത്ത് എപ്പോഴും എനിമിയുടെ വീക്ക്നെസ് എങ്ങനെ പോയിന്റ് ഔട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ ജസ്റ്റ് പറയുന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് യുണീക്ക് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്ക് ത്രൂ ഔട്ട് ഉള്ളത്. ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഐ ലൈക്ക് ഇറ്റ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ നോട്ട് ഭയങ്കര റെക്കമെൻഡ്, മസ്റ്റ് റീഡ് എന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ ആഴ്സണലിനകത്ത് ഞാൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. എല്ലാവർക്കും വായിക്കാൻ പറ്റും, എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ബുക്കാണ്. ആൻഡ് നിങ്ങൾക്ക് ആ പണ്ടത്തെ ചൈനീസ് മിഡീവിയൽ അല്ലല്ലോ, പ്രീ മിഡീവിയൽ തോട്ട് പ്രോസസ്സിനകത്തൊക്കെ പോവാം. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സെൻസു എന്ന് പറയുന്ന ഒരാൾ മിത്താണോ, മിസ്റ്ററി ആണോ, ഓർ യു തിങ്ക് ഹീസ് എ റിയൽ സ്ട്രാറ്റജിസ്റ്റ്? ആണെങ്കിൽ ഹീസ് എ ഡെഡ്ലി മാൻ. സോ ഗൈസ്, ഇറ്റ്സ് റീ ഹിയർ. ദിസ് ഇസ് ദ ആർട്ട് ഓഫ് വാർ റിവ്യൂ ബൈ me. Talk to you guys later. Support you guys. എന്നാലും എനിക്ക് പെർഫ്യൂം റിവ്യൂസ് ചെയ്യാൻ പറ്റൂ. ലവ് യു.